ഇത് മൂന്നാം പാലം. കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ മാവിലക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. കണ്ണൂരിൽ നിന്നും 13 കിലോമീറ്റർ അകലെ കൂത്തുറമ്പ് റോഡിൽ പെരളശ്ശേരിക്ക് മുന്നേ മൂന്നാം പാലം എന്ന ബസ് സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. ബസ് സ്റ്റോപ്പിൽ തന്നെ ക്ഷേത്രത്തോളം പ്രശസ്തമായ അടിയുത്സവം ചിത്രീകരിച്ചിരിക്കുന്നതായി കാണാം. അവിടെ നിന്ന് 50 മീറ്റർ മുന്നോട്ട് നടന്നാൽ ക്ഷേത്ര കവാടത്തിലെത്തും. ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ മാവിലക്കാവ് ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന മൂർത്തി ദൈവത്താറാണ്. ശ്രീധർമ്മശാസ്താവാണ് ദൈവത്താർ എന്ന് സങ്കല്പം. നാവില്ലാത്ത ദൈവത്താറാണ് ഇവിടെ. വേട്ടക്കുരു മകനും ഗണപതിയും ഭഗവതിയും ഉപദേവന്മാർ. ഉത്സവത്തിന് ദൈവത്താറുടെ കോലം കെട്ടി മുടി അഴിയുന്നതുവരെ ദൈവത്താർ സംസാരിക്കാറില്ല. മേടം 1 മുതൽ 6 വരെയാണ് ഉത്സവം. ആദ്യത്തെ 5 ദിവസം ദൈവത്താറുടെ കോലം കെട്ടിയാടും. ഉത്സവത്തിന് അടിയാണ് വിശേഷം. ഇത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. മാവിലക്കാവിൽ നിന്നും അല്പം ദൂരെയായി കച്ചേരി ഇല്ലം ഉണ്ടായിരുന്നു. അവിടുത്തെ തമ്പുരാന് വിഷുപ്പുലരിയിൽ വണ്ണാത്തിക്കണ്ടി തണ്ടയാണ്. തമ്പുരാന് ഒരു അവൽ പൊതി കാഴ്ചവെച്ചു. പൊതിക്ക് വേണ്ടി തമ്പുരാൻ്റെ മക്കൾ തമ്മിൽ അടിയായി. അപ്പോൾ തമ്പുരാൻ കുലദേവതയായ ദൈവത്താറെ വിളിച്ചു പ്രാർത്ഥിച്ചു. പ്രത്യക്ഷനായ ദൈവത്താർ അടി നിർത്തുവാൻ ആംഗ്യം കാണിച്ചു. അടി അവരുടെ മനസ്സിൽ പകയായി. മൂന്നാം പാലം നിലാഞ്ചിറ വയലിൽ വെച്ച് പകരം വീട്ടാൻ അവർ തീരുമാനിച്ചു. ഇതിൻ്റെ സ്മരണയാണ് അടി ഉത്സവമായി കൊണ്ടാടുന്നത്. മേടം 2-ന് കച്ചേരിക്കാവിലും 4-ന് മാവിലക്കാവിനടുത്ത് മൂന്നാം പാലം നാലാഞ്ചിറ വയലിലുമാണ് അടി. കച്ചേരിക്കാവിൽ തിങ്ങിക്കൂടിയ ജനത്തിന് നേരെ അവിൽക്കൂട് എറിയുന്നു. അവിലിനായി അടി നടക്കുന്നു. മേടം 4-ന് അടി കൈക്കോളന്മാർ ആളുകളുടെ ചുമലിലിരുന്നാണ് അന്യോന്യം അടിക്കുന്നത്. ഇവർ 1 മാസക്കാലം വ്രതം നോക്കുന്നു. ദൈവത്താറുടെ കോലം കെട്ടുന്നയാളെ പെരുവണ്ണ സ്ഥാനം നൽകുന്നു. ഇവരുടെ മുടിയും നഖവും വെട്ടി അരയിൽ കറുത്ത കരിതൊട്ട് കൊണ്ടാണ് അടിയിൽ പങ്കെടുക്കുക. അടി തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം തയ്യാറാക്കി വെള്ളം കൊടുക്കും. അടി കഴിഞ്ഞ് കാവിലെത്തിയാൽ നിലവിളക്കിൽ നിന്നും എണ്ണയെടുത്ത് ദേഹത്ത് പുരട്ടി കുളിക്കും. പിന്നെ ക്ഷേത്രത്തിലെത്തി മുടിയഴിച്ച ശേഷം കൈക്കോളന്മാർ നേരെ മൂന്നാം പാലത്തിന് സമീപം നിലാഞ്ചിറയിലെത്തുന്നു. അവിടെ വെച്ചാണ് ചരിത്രപ്രസിദ്ധമായ അടി ഉത്സവം നടക്കുക. 5-നാണ് മഞ്ഞൾ കൊടിയേറ്റ് നടക്കുന്നത്. ദൈവത്താർ വലിയ മുടിയഴിച്ചതിന് ശേഷം വേറെ വേഷം ധരിച്ച് കയ്യിൽ മഞ്ഞൾക്കുറിയുമായി അടിക്കോളന്മാരുടെ നേരെ ചെല്ലുന്നു. കൈക്കോളന്മാരാകട്ടെ മഞ്ഞൾക്കുറി ശരീരത്തിൽ പറ്റാതിരിക്കാൻ ഒഴിഞ്ഞു മാറും. കുറി ദേഹത്ത് വീഴുന്നത് ദോഷമാണെന്ന് വിശ്വസിക്കുന്നു. 6-ാം ദിവസം വെളുപ്പിന് 3 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും കൈക്കോളന്മാരുടെ അകമ്പടിയോടെ വിഗ്രഹങ്ങൾ കരുമാരത്തില്ലത്ത് കാർമ്മികത്വത്തിൽ ആറാട്ട് തറയിലെത്തുന്നു. അവിടെ നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം ഉത്സവം സമാപിക്കും.